ചില ഡൗട്ടുണ്ട് പലർക്കും, പലരും എന്നോട് ചോദിക്കുന്നതാണ് ഹെലികോപ്റ്റർ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതായത് വലിയ ഹെലികോപ്റ്റർ ആണെങ്കിലും ചെറിയ ഹെലികോപ്റ്റർ ആണെങ്കിലും എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ, കൺട്രോൾസ് ഫെയിലിയർ അല്ല, എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ ഒരിക്കലും ഒരു കല്ല് വന്ന് വീഴുന്ന പോലെ താഴേക്ക് വരത്തില്ല. ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെലികോപ്റ്ററിനെ പറ്റി ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 ഹെലികോപ്റ്ററുകളാണിത്. 2 ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 ഹെലികോപ്റ്റേഴ്സേ നിലവിലുള്ളൂ. സോ ഈ ഹെലികോപ്റ്ററിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു ഹെലികോപ്റ്റർ എങ്ങനെയാണ് പറക്കുന്നത്, ഹെലികോപ്റ്റർ ഇൻവേർട്ടഡ് ഫ്ലൈങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. സോ അതിനുള്ളൊരു ആൻസറും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഹെലികോപ്റ്റേഴ്സ്. ഞാനിത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ MCPX എന്ന് പറയുന്നൊരു മൈക്രോ കാറ്റഗറി ഹെലികോപ്റ്ററാണ്. ഇത് ടോയ് ഗ്രേഡ് ഹെലികോപ്റ്റർ അല്ല. അത് നിങ്ങൾ കാണുന്ന പോലെ, നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ടോയ് ഗ്രേഡ് ഹെലികോപ്റ്റർ പോലെ തോന്നും. ഇത് ടോയ് ഗ്രേഡ് ഹെലികോപ്റ്റർ അല്ല. ഇത് പ്രോപ്പർ കളക്റ്റീവ് പിച്ച് മെക്കാനിസം ഉള്ള സ്വാഷ് പ്ലേറ്റ് ഉള്ള പ്രോപ്പർ ഹെലികോപ്റ്ററാണ്. ഇതുകൊണ്ട് നമുക്ക് ഇൻവേർട്ടഡ് ഫ്ലൈയിങ്, അങ്ങനത്തെ ഫ്ലൈയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ടെയിൽ റോട്ടറും മോട്ടറൈസ്ഡ് ടെയിൽ റോട്ടറാണ്. ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു സാധാരണ വലിയ ഹെലികോപ്റ്ററിലൊക്കെ ബെൽറ്റ് ഡ്രിവൺ ടെയിൽ റോട്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു മോട്ടർ കൊടുത്തിട്ടാണ്. ഇത്രയും ചെറുതിൽ അവർക്ക് ബെൽറ്റോ അല്ലെങ്കിൽ ഒരു റോഡോ ഇടാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു മോട്ടർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്. സോ ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയുന്നൊരു സംഭവം. സോ സ്വാഷ് പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഈ ബ്ലേഡിൻ്റെ പിച്ചും ആംഗിളും ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 1S ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഇതിൻ്റെ 300 mAh 1S ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്ത ബാറ്ററിയുടെ ലൈഫൊക്കെ തീരാറായത്, പതിയെ ബൾജൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് ഒരു മൈക്രോ കാറ്റഗറി ഹെലികോപ്റ്റർ. ഇതൊരു ഹോബി ഗ്രേഡ് ഹെലികോപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ഇത് 100% ഹോബി ഗ്രേഡ് ഹെലികോപ്റ്ററാണ്. പ്രോപ്പർ ഇതിന് കളക്റ്റീവ് മെക്കാനിസം ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു മൈക്രോ കാറ്റഗറി ഹെലികോപ്റ്ററാണ്. അധികം നമുക്ക് വലിയ സ്റ്റണ്ടുകളൊന്നും ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റില്ല. ഓൾസോ ഇത് മോസ്റ്റ്ലി ഇൻഡോർ ഫ്ലൈയിങ്ങിന് വേണ്ടിയുള്ള ഹെലികോപ്റ്ററാണ്. അധികം കാറ്റത്തൊന്നും ഇത് ഫ്ലൈ ചെയ്യുന്നതൊന്നും വരത്തില്ല. കാരണം ഇതിൻ്റെ ഓൾ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 ഗ്രാമാണ്. 50 ഗ്രാമാണ് ഇതിൻ്റെ ഓൾ ഓഫ് വെയിറ്റ്. സോ 50 ഗ്രാമുള്ള ഒരു സാധനം നമ്മൾ ഔട്ട്ഡോർ പോയി പറത്തി ചെറിയ കാറ്റത്താണേലും നല്ല പാടായിരിക്കും പറത്ത്. സോ ഔട്ട്ഡോർ കാറ്റില്ലാത്ത കണ്ടീഷനിൽ മാത്രമേ ഇത് പറത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വ്ളോഗിൽ ഇതിൻ്റെ ഒരു ഫ്ലൈയിങ് വീഡിയോ, ഞാൻ ഔട്ട്ഡോർ ഫ്ലൈ ചെയ്യുന്നത്, ഒരു കാറ്റില്ലാത്തൊരു ദിവസം ഫ്ലൈ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലേ, പോയി കാണുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വരാം. ഇത് ആക്ച്വലി 450 സൈസ് ഒരു ഹെലികോപ്റ്ററാണ്. ആക്ച്വലി ഹെലികോപ്റ്ററിന് പല ക്ലാസ്സുകളും പല സൈസുകളുമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഹോബി ഗ്രേഡ് ഹെലികോപ്റ്ററിന്. ഇത് ആക്ച്വലി ഹില്ലർ ഹോവർ 450 എന്ന് പറയുന്നൊരു എയർ ഫ്രെയിമാണ്. ഇതിൻ്റെ അകത്ത് ഈ എയർ ഫ്രെയിം ആക്ച്വലി ഇതൊരു ചീപ്പർ എയർ ഫ്രെയിം ആയിരുന്നു. ഞാനൊരു കുറച്ച് കാലം മുമ്പ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അത് ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇപ്പം അധികം കണ്ടിട്ടില്ല. സോ ഇത് അന്ന് ഭയങ്കര ലോ ക്വാളിറ്റി ഹെലികോപ്റ്ററാണ്. നമ്മൾ അന്നെന്തോ 3000 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഇതിൻ്റെ എയർ ഫ്രെയിം മാത്രം വാങ്ങിച്ചത്. ഇലക്ട്രോണിക്സ് ഒന്നുമില്ല, എയർ ഫ്രെയിം മാത്രം ഓൾമോസ്റ്റ് 3000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അന്ന് അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ലായിരുന്നു. ഞാനിപ്പം ഇത് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 4 വർഷം കണ്ടേ, 3-4 വർഷമായി. ഇതിൻ്റെ ക്വാളിറ്റി ഒട്ടും കൊള്ളില്ലാത്തതുകൊണ്ട് അസംബിൾ ചെയ്തിട്ടും അധികം ഫ്ലൈ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം ഒരു തവണ പറത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഗിയർ പൊഴിഞ്ഞു പോയി. പ്ലാസ്റ്റിക് ഗിയർ ആയിരുന്നു, അതിങ്ങനെ ബ്രിട്ടിലായിപ്പോയി. സോ അങ്ങനത്തെ ഒരു ലോ ക്വാളിറ്റി ഹെലികോപ്റ്റർ ആയിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തിയാണ് ഇപ്പം അത്യാവശ്യം ഫ്ലൈയബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വെച്ചിരിക്കുന്നത്. സോ ഈ ഹെലികോപ്റ്ററിനെ പറ്റി പറയാനാണെങ്കിൽ 450 സൈസ് ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിന് ആക്ച്വലി സൈസാണ് പറയുന്നത്, അതായത് ഓരോ സ്കെയിലുകളാണ് പറയുന്നത്. അതിന് 450 എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ വരുന്ന ഹെലികോപ്റ്ററാണിത്. ഇതാണ് ഇതിൻ്റെ ടെയിൽ റോട്ടർ. ഇതൊരു ബെൽറ്റ് ഡ്രിവൺ ടെയിൽ റോട്ടറാണ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് മറ്റേ മൈക്രോ ഹെലിയിലെ പോലെ ചെറിയ മോട്ടർ അല്ല വരുന്നത്, ബെൽറ്റാണ്. അതായത് ഇതിന് ഒരു മോട്ടറേ ഉണ്ടാവുള്ളൂ. ആ മെയിൻ മോട്ടർ ഗിയർ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ബെൽറ്റ് ത്രൂ ഇതിൻ്റെ അകത്തോടെ ഈ ടെയിൽ റോട്ടറിനെ കറക്കുകയാണ്. ആക്ച്വലി ഞാനിപ്പം മെയിൻ റോട്ടർ കറക്കിയാൽ ടെയിൽ റോട്ടറും കറങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതിൻ്റെ അകത്തൊരു ചെറിയ ബെൽറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ചെറിയ ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഈ ഹെലികോപ്റ്റർ. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 3 9 ഗ്രാം പ്ലാസ്റ്റിക് ഗിയർ അനലോഗ് സെർവോകളും പിന്നെ ഒരു ഡിജിറ്റൽ സെർവോ. ഇതിൻ്റെ ടെയിൽ റോട്ടറിന് ആക്ച്വലി സ്പീഡ് കൂടിയ ഹൈ സ്പീഡ് ഡിജിറ്റൽ സെർവോ വേണം, എന്നാലേ ടെയിൽ റോട്ടർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. കാരണം ടെയിൽ റോട്ടർ തിരിക്കുന്നത് ടെയിൽ റോട്ടറിൻ്റെ പിച്ച് ചേഞ്ച് ചെയ്തിട്ടാണ്. ഇത് കണ്ടോ, ടെയിൽ റോട്ടറിനെ ഞാനിപ്പോൾ നേരെ ആക്കി കാണിച്ചു തരാം. സോ ഇപ്പോൾ നമ്മൾ
ടെയിൽ റോട്ടറിൻ്റെ ബ്ലേഡ് നേരെയാക്കി. സോ ഇതിന് ഇങ്ങനെ പിച്ച് ചെയ്താണിത് ലെഫ്റ്റും റൈറ്റും ത്രസ്റ്റ് ജനറേറ്റ് ചെയ്ത് തിരിയുന്നത്. അതുപോലെ തന്നെ ഇതിനും സ്വാഷ് പ്ലേറ്റ് ഉണ്ട്, ബ്ലേഡിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വാഷ് പ്ലേറ്റ്. ഇതൊരു ഫ്ലൈ ബാർ ലെസ് ഹെലികോപ്റ്ററാണ് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ. ഇത് ആക്ച്വലി ഫ്ലൈ ബാർ ഹെലികോപ്റ്റർ ആയിരുന്നു. ഇതിൻ്റെ ഫ്ലൈ ബാർ ഞാൻ ഊരി മാറ്റിയിട്ട് ഇതൊരു ഫ്ലൈ ബാർലെസ് ആക്കി കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈ ബാർലെസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് 3 ആക്സിസ് ഫ്ലൈ ബാർലെസ് ജൈറോ ആവശ്യമാണ്. കാരണം ബ്ലേഡിനെ സ്റ്റെബിലൈസ് ഇൻ ദ സെൻസ് ഹെലികോപ്റ്റർ ഒരിക്കലും നമ്മുടെ ഡ്രോൺ പറക്കുന്ന പോലെ ഇങ്ങനെ സെൽഫ് സ്റ്റെബിലൈസ് ചെയ്യത്തില്ല. ഇതിൻ്റെ ഫ്ലൈ ബാർലെസ് യൂണിറ്റ് ബ്ലേഡിനെ സ്റ്റോൾ ആകാതെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതാണ് ആക്ച്വലി ഫ്ലൈ ബാർലെസ് യൂണിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഒരു ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആംഗിൾ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഫ്ലൈ ബാർലെസ് കൺട്രോളർ. ഇതിപ്പം ഫ്ലൈ ബാർ ഉള്ള ഹെലികോപ്റ്ററിന് ഈ കൺട്രോളറിൻ്റെ ആവശ്യമില്ല. നോർമൽ ടെയിൽ ജൈറോ മാത്രം മതി. കാരണം ടെയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ടെയിൽ ജൈറോ വേണം. ആക്ച്വലി ടെയിൽ നമ്മൾ ഇങ്ങോട്ടോ തന്നെ മൂവ് ആവാനൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പിച്ച് ചേഞ്ച് ചെയ്തിട്ട് ടെയിലിനെ സ്റ്റെബിലൈസ് ചെയ്യും. സോ അതിന് ടെയിൽ ജൈറോ അല്ലെങ്കിൽ ഹെഡ് ലോക്ക് ജൈറോ എന്നൊക്കെ പറയുന്ന ജൈറോസ് ആവശ്യമാണ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ വാങ്ങിച്ചപ്പം വളരെ ചീപ്പ് ക്വാളിറ്റി പാർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, അതായത് ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ. സോ ഇതിന് ഞാനൊരു പ്രോപ്പർ ഹെലികോപ്റ്റർ, അതായത് അലൈൻ T-Rex 450 എന്ന് പറയുന്ന ഒരു സിമിലർ ഹെലികോപ്റ്റർ ഉണ്ട്, പ്രോപ്പർ ഹൈ ക്വാളിറ്റി ഹെലികോപ്റ്ററാണ്. സോ അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ മെറ്റൽ ഗിയറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് പ്ലാസ്റ്റിക് ഗിയറാണ്. വലിയ ഗിയറൊക്കെ കുഴപ്പമില്ലാത്ത ഗിയറാണ്, പ്ലാസ്റ്റിക് ഗിയറാണ്. ചെറിയ ഗിയറുകളെല്ലാം ഞാൻ മെറ്റലാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. സോ ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഹെഡാണ് വരുന്നത്. നമ്മുടെ അലൈൻ T-Rexൽ, അതായത് ഹൈ ക്വാളിറ്റി ഹെലികോപ്റ്ററിൽ വരുന്ന പോലെ മെറ്റൽ ഹെഡ് അല്ല വരുന്നത്, പ്ലാസ്റ്റിക് ഹെഡാണ്. ഇതിൻ്റെ സ്വാഷ് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഈ ഹെഡ് യൂണിറ്റ് ഹെഡ് അസംബ്ലി ഫുള്ള് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. സോ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഇൻവേർട്ടഡൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഇൻവേർട്ടഡ് ഫ്ലൈയും കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഇവിടുത്തെ അതായത് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി പ്രോപ്പർ 3D ഒന്നും ചെയ്യാൻ പറ്റുന്ന ഹെലികോപ്റ്റർ അല്ല. പക്ഷേ നമ്മൾ കുറച്ച് പാർട്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് 3D ചെയ്യാനുള്ളൊരു ട്രൈ നടത്തിയതാണ്. അന്ന് ഇതുപോലെ തന്നെ ഒരു മനുവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഈ വെച്ചിരിക്കുന്ന ഈ ബോളിൻ്റെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒരു ആമുണ്ട്. ആമിൻ്റെ അവിടെ നിന്ന് അത് വിട്ടുപോയിട്ട് ഇത് ക്രാഷ് ആവുകയുണ്ടായത്. പക്ഷേ അധികം വലിയൊരു ക്രാഷ് അല്ലായിരുന്നു, ഒരു ചെറിയ ക്രാഷ് ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ആ പ്ലാസ്റ്റിക് ആം മാത്രമേ ഒടിഞ്ഞു പോയുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ആ ഫ്ലൈ ബാർ യൂണിറ്റ് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഫ്ലൈ ബാർലെസ് ആക്കിയിരിക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അലൈൻ്റെ ബ്രഷ്ലെസ് ഇൻറണ്ണർ മോട്ടറാണ്. ഔട്ട് റണ്ണർ അല്ല, ഇൻറണ്ണർ മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് പോലത്തെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ESC ആണ് ഈ താഴെ കാണുന്നത്, ബ്രഷ്ലെസ് മോട്ടറിൻ്റെ ESC. ഇത് സ്കൈ വോക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 40 ആംസിൻ്റെ ESC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വലിയ ഹെലികോപ്റ്ററിൻ്റെ വിശേഷം. ലാസ്റ്റ് ടൈം അത് ക്രാഷ് ആയപ്പം ഒരു സെർവോ എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ അതിൻ്റെ സെർവോ റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഹോളാണ് ഇത്. ആക്ച്വലി സെർവോ വന്നിട്ടില്ല. ഇതാണത്, ഇവിടെയാണ് നമ്മൾ സെർവോ വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് പിച്ച് സെർവോയും 2 എയിലറോൺ സെർവോയും ഉണ്ട്. ആക്ച്വലി ഇതിന് സൈക്ലിക് സെർവോസ് എന്നാണ് പറയുന്നത്. ഈ 3 സെർവോകൾക്കും സൈക്ലിക് സെർവോ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കളക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമ്മൾ മേളിലേക്കും താഴേക്കും ഈ സ്വാഷ് പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്ലേഡിൻ്റെ പിച്ച് ചേഞ്ച് ചെയ്തിട്ടാണ് ഹെലികോപ്റ്റർ മുകളിലേക്കും താഴേക്കും പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ഹെലികോപ്റ്ററിന് മോസ്റ്റ്ലി ഹെലികോപ്റ്ററിലെ ത്രോട്ടിൽ ഫിക്സ്ഡ് ആയിരിക്കും. നമ്മുടെ ഈ ബ്ലേഡിൻ്റെ പിച്ച് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. സോ അതാണ് ഹെലികോപ്റ്റേഴ്സിൻ്റെ ബേസിക് മെക്കാനിസവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പലർക്കും ചില ഡൗട്ടുണ്ട്, പലരും എന്നോട് ചോദിക്കുന്നതാണ് ഹെലികോപ്റ്ററിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതായത് വലിയ ഹെലികോപ്റ്റർ ആണെങ്കിലും ചെറിയ ഹെലികോപ്റ്റർ ആണെങ്കിലും എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ, കൺട്രോൾസ് ഫെയിലിയർ അല്ല, എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ ഒരിക്കലും ഒരു കല്ല് വന്ന് വീഴുന്ന പോലെ താഴേക്ക് വരത്തില്ല. കാരണം ഇതിന് ഓട്ടോ റൊട്ടേഷൻ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു എമർജൻസി പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഹെലികോപ്റ്റർ ഒരു സർട്ടൻ ആൾട്ടിറ്റ്യൂഡിലാണെങ്കിൽ, ഒരു സേഫ്റ്റി ആൾട്ടിറ്റ്യൂഡിലാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാം, എമർജൻസി ലാൻഡ് ചെയ്യാൻ പറ്റും. അത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് കളക്റ്റീവ്, ഇപ്പോൾ ഇതാണ് പോസിറ്റീവ് കളക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് സ്പിൻ ചെയ്യുമ്പോൾ നമ്മുടെ എയർ താഴേക്ക് പോയി ഹെലികോപ്റ്റർ മുകളിലേക്ക് പോകും. സോ എപ്പോഴാണ് എൻജിൻ ഫെയിലാവുന്നത്, എൻജിൻ ഫെയിലാവുമ്പോൾ പിന്നെ ഇതിൽ റെസിസ്റ്റൻസ് ഇല്ല. കാരണം ഇതിൻ്റെ അകത്തൊരു 1 വേ ഗിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ RC ഹെലികോപ്റ്ററിൻ്റെ ഇതിൽ പറയാം.
വൺ വേ ഗിയർ ആയതുകൊണ്ട് ഒരു സൈഡിലേക്ക് കറങ്ങാൻ മാത്രമേ ഇതിന് മോട്ടറിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേ സൈഡിലേക്ക് കറങ്ങുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും ഇത് കറങ്ങുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഗിയർ കണ്ടോ, ഇത് ഫ്രീ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ സാധനത്തിന് ഇപ്പോൾ മോട്ടറിലായിട്ടുള്ളൊരു പിടുത്തമില്ല. ഈ സൈഡിലേക്ക് കറങ്ങുമ്പോൾ മോട്ടറിൻ്റെ പിടുത്തമുണ്ട്, അതായത് മോട്ടറും കൂടെ കറങ്ങുന്നുണ്ട്. സോ ഈ സൈഡിലേക്ക് കറങ്ങാൻ മോട്ടറിൻ്റെ ആവശ്യമില്ല. സോ വൺസ് മോട്ടറിൻ്റെ പവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ബ്ലേഡ് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിളിൽ, അതായത് ഇപ്പോൾ ഇതാണ് കളക്റ്റീവ് അപ്പ്. സോ ഇതിങ്ങനെ വരുമ്പോൾ കാറ്റ് താഴത്തേക്കും ഹെലികോപ്റ്റർ മുകളിലേക്കും പോകും. പക്ഷേ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ എൻജിൻ എപ്പോൾ ഓഫ് ആവുന്നു, എൻജിൻ അല്ലെങ്കിൽ മോട്ടർ എപ്പോൾ ഓഫ് ആവുന്നു, നമ്മൾ ഇത് ഓപ്പോസിറ്റ് കളക്റ്റീവിലേക്ക് സ്വിച്ച് ചെയ്യും. നമ്മൾ ഓപ്പോസിറ്റ് കളക്റ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ എയർ ആക്ച്വലി മേളിലേക്കാണ് പോകുന്നത്. കാരണം ഹെലികോപ്റ്റർ താഴേക്ക് നല്ല വേഗതയിൽ വരുമ്പോൾ മേളിലേക്ക് പോകുമ്പോൾ ഈ സാധനം ബ്ലേഡ് സ്പിൻ ആകാൻ തുടങ്ങും. കാരണം ഇതിൻ്റെ പിച്ച് ഓപ്പോസിറ്റീവാണ്, നെഗറ്റീവ് പിച്ചിലാണ് ഇതിപ്പോൾ ഉള്ളത്. സോ ബ്ലേഡ് നല്ല ഹൈ സ്പീഡിൽ കറങ്ങിയിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ഈ ഡിസെൻറ്റ് കുറച്ച് സ്ലോ ആവും. അപ്പോൾ തന്നെ ഇത് എപ്പോഴാണോ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാറാവുന്നത്, അതായത് വന്ന് മാക്സിമം സ്പീഡിൽ വന്ന് നിലത്ത് ടച്ച് ചെയ്യുന്നതിന് ഒരു മീറ്ററൊക്കെ ഹൈറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് എന്ത് ചെയ്യും, ഇതിനെ പോസിറ്റീവ് കളക്റ്റീവിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ എന്തുവാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് അത്ര സ്പീഡിൽ ഓൾറെഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓപ്പോസിറ്റ് കളക്റ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മേളിലുള്ള എയറിനെ സക്ക് ചെയ്ത് താഴേക്ക് വിടുമ്പോഴത്തേനും ആ ഒരു സ്പീഡിനെ അത് റെഡ്യൂസ് ചെയ്യും. ഓൾമോസ്റ്റ് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. ഈ സെയിം സംഭവം തന്നെ വലിയ ഹെലികോപ്റ്റർ, അതായത് പാസഞ്ചർ ഹെലികോപ്റ്ററിനും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണ് ഇവരുടെ സേഫ്റ്റി പ്രൊസീജിയർ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ എൻജിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ നേരെ താഴേക്ക് വരില്ല. ഇങ്ങനെ കുറേ സേഫ്റ്റി എമർജൻസി പ്രൊസീജിയറുകളുണ്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ 2 ഹെലികോപ്റ്ററുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു ബ്രീഫ് വീഡിയോ ആണ്. ആക്ച്വലി ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട് എനിക്ക്, പക്ഷേ അത് ഒരുപാട് നീണ്ടുപോകും, അത് പലർക്കും ബോറിംഗ് ആയിരിക്കും. സോ അത് കാരണം ഒരു ബ്രീഫ് വീഡിയോ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഹില്ലർ ഹോവർ 450 ഹെലികോപ്റ്റർ. ഇത് MCPX ഹെലികോപ്റ്റർ. ഇത് ചെറിയ ഹെലികോപ്റ്ററാണ്. പക്ഷേ ഇതിൽ ഓട്ടോ റൊട്ടേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് ആ ഒരു വൺ വേ ഗിയർ മെക്കാനിസം ഇല്ല. ഇതിന് പ്രോപ്പർ ഇതാണ്. കാരണം ഇൻഡോറിൽ നമുക്ക് ഓട്ടോ റൊട്ടേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പ്രോപ്പർ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് താഴേക്ക് വരും. നമുക്കത് അത്രയും ബ്ലേഡ് സ്പിന്നാക്കി എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ അതായിരുന്നു ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.